ഇന്നലെ മദീനയിൽ ഒരു ദാരുണ സംഭവം നടന്നു. രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഹൈദരാബാദി സ്വദേശികളായ 43 പേര് സഞ്ചരിച്ച ഉംറ തീർത്ഥാടന ബസ്സും ഒരു പെട്രോൾ ടാങ്കറും കൂടി കൂട്ടിയിടിച്ചിട്ട് ബസ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. 42 പേരാണ് അതിൽ വെന്ത് മരിച്ചത്. ഒരാൾ ഗുരുതര പരിക്കോടെ രക്ഷപ്പെട്ടുകെങ്കിലും അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരാണ്. നമുക്കറിയാം, ഗൾഫിലൊക്കെ വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത്, ഇതുപോലത്തെ ടാങ്കർ ലോറിക്കൊക്കെ പോയി അടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോയിട്ട് ഒന്ന് തിരിയാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതിനെക്കാട്ടി വലിയ വേദന എന്താണെന്ന് വെച്ചാൽ, മരിച്ചവരിൽ 10 വയസ്സിന് താഴെയുള്ള 11 കുട്ടികളാണ്, 20 വയസ്സിന് താഴെയുള്ള 5 കുട്ടികളും 20 സ്ത്രീകളും ബാക്കി പുരുഷന്മാരുമാണ്. മക്കയിൽ നിന്ന് ഉംറ കഴിഞ്ഞ് മദീനത്തേക്ക് പോകുന്ന വഴിയിൽ ബദറിലിറങ്ങി സന്ദർശനം നടത്തിയിട്ട് പോകുന്ന വഴിയിൽ മദീനത്ത് എത്തുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരാളും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മയ്യത്തേലൊക്കെ ഉള്ളതെന്നാണ് റിപ്പോർട്ട്. ഏതായാലും അവരുടെ മയ്യത്ത് മദീന മുനവറയിലാണ് മറവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ അപകടങ്ങളും മരണങ്ങളൊക്കെ എങ്ങനെയാണ്, എപ്പോൾ, എവിടെ, എങ്ങനെ, ഏത് വഴിക്കാണ് വരണമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ് നമ്മുടെ റൂഹ് എന്നുള്ള കാര്യം? അതേ, ദൈവത്തിൻ്റെ ഭിക്ഷയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ആത്മാവ്. അത് അവൻ ആഗ്രഹിച്ച സമയത്ത്, അവൻ ചിന്തിച്ച സമയത്ത് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ അതിനത്ര പ്രയാസമൊന്നുമില്ല ദൈവത്തിന്. ഒരൊറ്റ നിമിഷം മതി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും ഒരു പക്ഷേ ഇപ്പോൾ ചിന്തിച്ചേക്കാം, ഈ വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ അത് തീർന്ന്, അത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് മറന്നുപോകും. ഇതൊക്കെ ഓരോ നിമിഷവും ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവനക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടാവുമോ? വല്ല അഹങ്കാരം മനസ്സിലുണ്ടാവുമോ? മറ്റുള്ളവരോട് ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടാവുമോ? വല്ല പരാതി ഉണ്ടാവുമോ? സമ്പത്തില്ല, സൗന്ദര്യമില്ല എന്നുള്ള പരാതി ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. ഈ ആർമാദന ജീവിതത്തിൻ്റെ ഇടയിലും ദൈവം എൻ്റെ ശരീരത്തിൽ റൂഹിനെ അല്ലെങ്കിൽ ആത്മാവിനെ ബാക്കി വെക്കുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ, അല്ലേ? ഓരോ നിമിഷവും ചിന്തിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതാട്ടെ. നമ്മളെ മനസ്സിൽ നന്മയുണ്ടാവാൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ മരിച്ചവരുടെ മഹ്ഫറത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അവർ നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.